ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ യോങ്കോസിനെ. നമുക്കറിയാം നമ്മുടെ ഇപ്പോഴത്തെ യോങ്കോസും അതുപോലെ തന്നെ പണ്ടത്തെ യോങ്കോസും. ഈ യോങ്കോയിൽ ഒരു യോങ്കോനെ ഡിഫീറ്റ് ചെയ്യണമെങ്കിൽ എത്ര അഡ്മിറൽസ് വേണ്ടി വരും, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു യോങ്കോനെ മാത്രമാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ആ യോങ്കോ മറ്റാരുമല്ല, നമ്മുടെ വൈറ്റ് ബീഡ് ആണ്. നമുക്കറിയാം സ്ട്രോങ്ങസ്റ്റ് യോങ്കോ നമ്മുടെ വൈറ്റ് ബീഡ് തന്നെയായിരുന്നു. അതുമാത്രമല്ല, നമ്മുടെ വൈറ്റ് ബീഡിൻ്റെ പ്രൈം ടൈം കൂടിയാണ് നോക്കാൻ പോകുന്നത്. എന്നാലും മാത്രമേ വീഡിയോ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആകുകയുള്ളൂ. എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോ നോക്കുക. അതിന് മുമ്പ് കുറച്ച് കാര്യം പറയാനുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒരുപാട് കൂട്ടർ വീഡിയോ കാണുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുമ്പോൾ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ 5K എന്ന് പറയുന്ന ആ മൈൽ സ്റ്റോണിലേക്ക് എത്താൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ടാർഗറ്റ് വെക്കുകയാണ്, 20 സബ്സ്ക്രൈബേഴ്സ്. നിങ്ങളെല്ലാവരും 20 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കുമെന്ന് വിചാരിക്കുന്നു. എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് നോക്കാം. നമ്മൾ ഇപ്പോഴത്തെ അഡ്മിറൽസിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഗ്രീൻ ബുള്, ഫൂച്ചിഡോറ, അതുപോലെ തന്നെ കീസരു, ഇവരും 3 പേരും. അതുപോലെ തന്നെ നമ്മൾ പണ്ടത്തെ അഡ്മിറൽസ് ആയിരുന്ന അക്കൈനു, കൂസാൻ, പിന്നെ നമ്മുടെ കീസരു. നമ്മൾ ഈ അഡ്മിറൽസ് ഗ്രൂപ്പിനെ 2 വിഭാഗമായിട്ട് തിരിക്കുന്നുണ്ട്. 2 ടൈം ലൈനിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പ്രൈം വൈറ്റ് ബീഡിൻ്റെ കൂടെ ഇവർ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുകയെന്ന്. ആദ്യം നമുക്ക് ഇപ്പോഴത്തെ അഡ്മിറൽസിനെ കുറിച്ച് നോക്കാം. ഫൂച്ചിഡോറ വൈറ്റ് ബീഡ് വെച്ചൊരു 1v1 ഫൈറ്റിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡിഫീറ്റ് ചെയ്യപ്പെടുന്നുള്ളത് എനിക്ക് സംശയമൊന്നും വേണ്ട. പിന്നെ നമ്മുടെ ഫൂച്ചിഡോറയെ സഹായിക്കാൻ വേണ്ടി ഗ്രീൻ ബുൾ കൂടി ആ ഫൈറ്റിൽ ഏർപ്പെട്ടാലും ഇതിൽ വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ വൈറ്റ് ബീഡ് എന്തായാലും ഫീൽഡ് ഡോമിനേറ്റ് ചെയ്യും. കാരണം മറ്റൊന്നല്ല, നമ്മുടെ വൈറ്റ് ബീഡ് അത്രമാത്രം പവർഫുൾ ആയിരുന്നു അല്ല പ്രൈം ടൈമിൽ. അതുകൊണ്ട് തന്നെ ഇവർ 2 പേര് വന്നാലും നമ്മുടെ വൈറ്റ് ബീഡിനെ ക്യാപ്ചർ ചെയ്യാനോ അല്ലെങ്കിൽ ഡിഫീറ്റ് ചെയ്യാനോ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേണമെങ്കിൽ ഇവർ 2 പേരും കൂടി നല്ല ടഫ് ഫൈറ്റ് കൊടുക്കുമായിരിക്കും. എന്നാലും വൈറ്റ് ബീഡിനെ ഡിഫെൻഡ് ചെയ്യേണ്ട സ്ട്രെങ്ത് ഒന്നും ഇവർക്കില്ല. പിന്നെ നമ്മുടെ കീസരു, നമുക്കറിയാം കീസരു വളരെ പവർഫുൾ ആയിട്ടുള്ള അഡ്മിറലാണ്. ഇപ്പോൾ ലൂഫി ആയിട്ടുള്ള ഫൈറ്റ് വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കീസരു കൂടെ നമ്മുടെ ഗ്രീൻ ബുളിൻ്റെ ഫൂച്ചിഡോറയുടെ കൂടെ ചേരുമ്പോൾ നമ്മുടെ വൈറ്റ് ബീഡിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമോ? അതിൻ്റെ ആൻസർ നോ എന്നാണ്. മറ്റൊന്നുമല്ല, കാരണം എനിക്ക് തോന്നുന്നത് ഇവർക്ക് 3 പേർക്കും ചേർന്നിട്ട് എന്തായാലും നമ്മുടെ പ്രൈം വൈറ്റ് ബീഡിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം വൈറ്റ് ബീഡ് അത്രമാത്രം പവർഫുൾ ആയിരുന്നു നമുക്കറിയാം. പക്ഷേങ്കിൽ ഇവർക്ക് 3 പേർക്കും കൂടെ ചേർന്ന് നമ്മുടെ വൈറ്റ് ബീഡിന് നല്ല ടഫായിട്ടുള്ളൊരു ഫൈറ്റ് കൊടുക്കാൻ പറ്റിയേക്കും. പക്ഷേങ്കിൽ എൻഡിൽ നമ്മുടെ വൈറ്റ് ബീഡ് തീർച്ചയായിട്ടും ജയിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം നമുക്കറിയാം വൈറ്റ് ബീഡ് എങ്ങനെയുള്ള ക്യാരക്ടറാണെന്ന്. ഒരിക്കലും ഒരു ഫൈറ്റിൽ നിന്ന് നമ്മുടെ വൈറ്റ് ബീഡ് പിന്മാറുകയില്ല. അതുകൊണ്ട് എന്തായാലും ഈ ഫൈറ്റ് മുഴുവനായിട്ട് നമ്മുടെ വൈറ്റ് ബീഡ് നിന്ന് ഫൈറ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ബാക്കിയുള്ള അഡ്മിറൽസ് അങ്ങനെയല്ല. അവരൊരു പക്ഷേ ഈ ഫൈറ്റ് പകുതിക്ക് നിന്ന് ഇട്ട് പോകാൻ വരെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫൈറ്റിൽ നമ്മുടെ വൈറ്റ് ബീഡ് ജയിക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പിന്നെ നമ്മുടെ പഴയ അഡ്മിറൽസ് കൂസാൻ, കീസരു, പിന്നെ നമ്മുടെ സാക്കസുക്കി, നമ്മളിപ്പോൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് ഇവരുടെയും പീക്ക് പവറാണ്. നമുക്കറിയാം കൂസാൻ്റെ ഇപ്പോൾ പവർ ലെവൽ, അതുപോലെ തന്നെ അക്കൈനുവിൻ്റെയും പവർ ലെവൽ നമുക്കറിയാം, പിന്നെ കീസരുവിൻ്റെയും നമുക്കറിയാം. അതേസമയം നമ്മുടെ പ്രൈം വൈറ്റ് ബീഡ് എത്രമാത്രം ഡേഞ്ചറസ് ആണെന്ന് നമുക്കറിയാം. ഇപ്പം നമ്മുടെ പ്രൈം വൈറ്റ് ബീഡിൻ്റെ മുന്നിൽ നമ്മുടെ കീസരു മാത്രം പോകുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കീസരുവിനെ നമ്മുടെ വൈറ്റ് ബീഡ് ഈസി ആയിട്ട് ഡിഫീറ്റ് ചെയ്യും. പിന്നെ നമ്മുടെ കീസരുവിന് ഒരു ബാക്കപ്പ് ആയിട്ട് നമ്മുടെ കൂസാൻ കൂടെ പോയെന്ന് വിചാരിക്കാം. ഈ ഫൈറ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം മറ്റൊന്നല്ല, കൂസാൻ ഏകദേശം തൻ്റെ ഡെവിൽ ഫ്രൂട്ട് എവൈക്കൻ ചെയ്തെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ വൈറ്റ് ബീഡ് നല്ല ടഫായിട്ടുള്ളൊരു ഫൈറ്റ് തന്നെയായിരിക്കും നമ്മുടെ ഇവർക്ക് കൊടുക്കാൻ പോകുന്നത്. നമ്മുടെ ഫൂച്ചിഡോറയും ഗ്രീൻ ബുളും നേരത്തെ കീസരുവും വെച്ച് എന്താണോ അവർ 3 പേരും ചേർന്ന് ചെയ്തത്, അതൊരു പക്ഷേ നമ്മുടെ കീസരുവിനും അതുപോലെ തന്നെ കൂസാനും ചെയ്യാൻ പറ്റിയേക്കും. എന്നിരുന്നാലും നമ്മുടെ വൈറ്റ് ബീഡിനെ ഡിഫീറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അവസാനം നമ്മുടെ വൈറ്റ് ബീഡ് തന്നെ ഈ മാച്ചും വിജയിക്കുന്നതായിരിക്കും. പക്ഷേങ്കിൽ അക്കൈനു കൂടെ ഈ ഫൈറ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ ഫൈറ്റിൻ്റെ ഒരു രീതി തന്നെ മാറുന്നതായിരിക്കും. കാരണം അക്കൈനു ഇപ്പോൾ വളരെ പവർഫുള്ളാണ്. അക്കൈനു ഇപ്പോൾ ഒരു അഡ്മിറൽ അല്ല, ഇപ്പോൾ ഒരു ഫ്ലീറ്റ് അഡ്മിറലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അക്കൈനുവിന് ഇപ്പോൾ നല്ല രീതിക്കുള്ള പവർപ്പ് കിട്ടിയിട്ടുള്ള സംശയമൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ ഇവർ 3 പേരും ചേർന്ന് നമ്മുടെ വൈറ്റ് ബീഡായിട്ട് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വൈറ്റ് ബീഡ് ഡിഫീറ്റ് ചെയ്യപ്പെട്ടേക്കും. കാരണം നിങ്ങൾക്കറിയാം ഇവർക്ക് 3 പേർക്കും നല്ല പവറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നമ്മുടെ വൈറ്റ് ബീഡിനെ ഡിഫീറ്റ് ചെയ്യാൻ ഇവർക്ക് പറ്റിയേക്കും. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അടുത്ത് വരുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കൃത്യം എടുത്തുള്ളൂ. എന്നാൽ നമുക്ക് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. എന്നാൽ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.